ബഹുമാന്യരെ നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം ആസ്ഥാനത്ത് നിന്ന് അറിയാം, പക്ഷേ ദീർഘമായി ചിന്തിക്കുമ്പോൾ ഒരു സൂചന ഇപ്പോഴേ കൊടുത്തില്ലെങ്കിൽ അപകടം കാണും. കാരണം കുളത്തിലെ വാള കണ്ട് നമ്മൾ പങ്കിടുന്ന ബുദ്ധിയല്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. കാരണം വോട്ട് വെട്ടിയിലിരിക്കുകയാണ്, ആർക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. UDF തന്നെ ആകുന്ന 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഏതായാലും UDFന് അങ്ങനെ ഒരു ചാൻസ് കിട്ടും എന്നാണ് ഞങ്ങൾക്ക് 99.9% പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നതില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരും ചിന്തകരും രാഷ്ട്രീയ പാർട്ടികളും ശരിക്ക് ചിന്തിക്കണം, ശരിക്ക് പഠിക്കണം. അതായത് നമ്മൾ നീതിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നീതി കിട്ടും എല്ലാവർക്കും ജാതി മത ലിംഗ വർഗ വ്യത്യാസമെന്നെ നീതി ലഭിക്കണം. അങ്ങനെ വരുമ്പോഴിപ്പോൾ ജോൺ സാർ മന്ത്രിയായി, അല്ലെങ്കിൽ ജോസ് സാറിൻ്റെ മകൻ മന്ത്രിയായി, നമുക്കതിലൊന്നും ഒരു പരാതിയില്ല, അവരെല്ലാം അർഹരാണ്. പക്ഷെ ഇവിടെ ഒരു നീതി എന്നുണ്ട്, കോമൺ ജസ്റ്റിസ്. അത് വെച്ച് പറയുമ്പോൾ ആകെ നമുക്ക് 21 മന്ത്രിമാരാണ്. 21 മന്ത്രിമാരിൽ 10%, 12% ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇത് രണ്ട് മന്ത്രി വരുന്നത്. മന്ത്രിമാർക്ക് ഒരു റിസർവേഷൻ ഇല്ലെന്നാണ്, MLA-മാർക്ക് റിസർവേഷൻ ഉള്ളത്. എങ്കിലും കീഴ്വഴക്ക് 2 മന്ത്രിയാണ്. 10 പേർക്ക് 10% ഉള്ളവർക്ക് 2 മന്ത്രിമാരെങ്കിൽ അങ്ങനെ ജനകീയമായിട്ട് അല്ലെങ്കിൽ നീതിയായിട്ട് നമുക്ക് ചെയ്യണ്ടേ? ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആകെ 21 മന്ത്രി, 2 മന്ത്രിമാർ ഡെലിവറി, ബാക്കി 19 മന്ത്രിയാണ്. അതിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രി, CP ജോണിന് മറ്റൊരു മന്ത്രി, RSPക്ക് മറ്റൊരു മന്ത്രി, ജയിക്കുവിന് മറ്റൊരു മന്ത്രി, മാണിസിക്കാവിന് മറ്റൊരു. അപ്പോൾ അവർക്ക് അതിൻ്റെ കേവലം ഒരു MLA-മാർ മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള 5 കൊച്ചു പാർട്ടികൾക്ക് 5 മന്ത്രിസ്ഥാനം പോകണം. ഇത് 5 ക്രിസ്ത്യൻ സമുദായം. ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൽ എത്ര കിട്ടിയാലും നമുക്ക് പരാതിയില്ല, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ജനാധിപത്യ സമ്പ്രദായമല്ലേ, അവിടെ ആളെണ്ണിയല്ലേ ഫലം കൊടുക്കേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വേണ്ടി കയ്യിൽ നടക്കാൻ. അപ്പോൾ ഈ 5 പേർക്ക് 5 മന്ത്രിസ്ഥാനം പോയി. പിന്നെ ഉള്ള ആർക്കാണ്? സണ്ണി ജോസഫിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം KPC പ്രസിഡൻ്റാണ്. എറണാകുളത്താണെങ്കിൽ TJ വിനോദിന്, എൻ്റെ മുമ്പിൽ വിനോദിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ 5 2 7 പിന്നെ മലപ്പുറത്ത് ജോയി ജയിക്കാൻ ജോയിക്ക് കൊടുക്കും, 8. എങ്ങനെ വന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതാണ്ട് ഒരു പ്രാസം ഒപ്പിക്കൽ 10 മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കണം. അത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, പിന്നെ ജാതിയുടെ ലത്തീൻ കത്തോലിക്ക, അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ 10 കൊടുക്കും. ബാക്കി എത്രയുണ്ട്? 10 കൊടുത്താൽ 2 ദളിതനും പോയി 12. ഈഴവർ 2 മന്ത്രി, ഒരു മന്ത്രി ഈടിന് കൊടുക്കണ്ടേ, 13. പിന്നെ ലീഗിന് 5 പറയുന്നു, മറ്റേ മുസ്ലിം 8. അപ്പോൾ എങ്ങനെയൊക്കെ വരുമ്പോൾ UDF അല്ലെങ്കിൽ UDFൻ്റെ കമ്മിറ്റി ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. അതെന്താണ് തീരുമാനം? ഇതിപ്പോൾ എന്നറിയോ, വെറും വഞ്ചനയും തട്ടിപ്പാണ്. ഒരു മണ്ഡലത്തിൽ മാത്രം, ഇപ്പം മാണിസിക്കാപ്പൻ ആകെ പാലയിൽ മാത്രമേ ജയിക്കുവന് പിറവത്ത് മാത്രമേ ഉള്ളൂ. ഷിബു ജോൺ ആണെങ്കിൽ അവിടെ അത് മറ്റേ CP ജോണാണ്. അത് കേവലം ഒരു മണ്ഡലത്തിൽ മാത്രം ആളുള്ള ജയിച്ചു വരുന്ന ഒരു കൊച്ചു പാർട്ടി ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന് വെച്ചാൽ അത് ശരിയല്ലെന്ന്. അത് വലിയ അപകടം, ദീർഘമായി ചെയ്ത് വലിയ അപകടം ചെയ്യുന്നറിയോ. പലരും ഇപ്പം തന്നെ 21 പേരൊക്കെ ഉണ്ട് UDFൻ്റെ ചിത്രത്തിലൊക്കെ. അപ്പോൾ പലരും ഞാൻ ഒരു മണ്ഡലം, എന്താണ്, ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധിക്കും, അവിടുന്ന് വോട്ട് കിട്ടി ജയിച്ചു, ഞാൻ മന്ത്രിയാവും. അത് നിരുത്സാഹപ്പെടുത്തണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെണ്ടിനെ നിരുത്സാഹപ്പെടുത്തും പോലെ, തെണ്ട ഒരു പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ അത് നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ ഒരു കാര്യം പ്രത്യേകം UDF തീരുമാനം എടുക്കണം. ബുദ്ധിയുള്ള മണ്ടന്മാരല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തർക്കമുണ്ടാക്കിയാൽ പോരാ, 5 MLA-മാരിൽ ഉള്ളവർക്ക് മാത്രമേ മന്ത്രിസ്ഥാനം കൊടുക്കാവൂ. മിനിമം 5 MLA ഉണ്ടാകണം. അതുപോലെ മത്സരിക്കുമ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം മത്സരിക്കുമ്പോൾ 10 സീറ്റുള്ളവർക്ക്
അവർ ചിഹ്നം കൊടുക്കാവൂ. 10 താഴെയുള്ളെങ്കിൽ അത് കോമൺ ചിഹ്നത്തിൽ, കോമൺ ചിഹ്നം LDF ആണെങ്കിൽ CPM ചിഹ്നം, കോൺഗ്രസ് ആണെങ്കിൽ UDF ആണെങ്കിൽ കോൺഗ്രസ് ചിഹ്നം, ആ ചിഹ്നം കൈപ്പത്തിലായിരിക്കണം, വലിയ പരിപാടിലായിരിക്കണം. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ LDF ആരാണ്? കടന്നപ്പള്ളിക്ക് എത്ര ആളുണ്ട് കടന്നപ്പള്ളി? അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്ത് അല്ലെങ്കിൽ ഒരു ചിഹ്നം കൊടുക്കുകയാണ്. അത് പറ്റില്ല. അപ്പം ഒരിക്കൽ കൂടി പറയുന്നു, 5 MLA ഉള്ളവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാവൂ. അത് മത്സരിക്കും. 10 MLA സ്ഥാനമുള്ള സീറ്റുള്ളവർക്ക് മാത്രമാണ് അവനവൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാവൂ. അല്ലാതെങ്കിൽ അത് കോമൺ ചിഹ്നത്തിൽ മത്സരിക്കും. കോമൺ മീനിങ് മുന്നണിയുടെ പ്രധാന പാർട്ടിയുടെ ചിഹ്നത്തിൽ. ഇങ്ങനെയൊക്കെ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. എനിക്ക് മുഖ്യമന്ത്രിയാളും എന്നും മാത്രം കരുക്കൾ നീക്കി അതിനുവേണ്ടി തട്ടിപ്പെടുന്ന കള്ളന്മാരെ നിങ്ങൾ കാര്യം ചിന്തിക്കുക. ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതങ്ങ് പറയാതിരുന്നാൽ സമൂഹത്തൊഴിയുന്ന വഞ്ചനയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കും, മണ്ടന്മാരാക്കരുത് ഈ സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ. ഞങ്ങൾ ചില കണക്ക് അങ്ങോട്ട് പറയാം. ഇപ്പോൾ 4 മന്ത്രിസ്ഥാനം ലീഗിനും 1 മന്ത്രിസ്ഥാനം കോൺഗ്രസ് മുസ്ലിം ദേശീയ മുസ്ലിം, അങ്ങനെ 5 ആയിരുന്നു. അത് ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി നാറ്റിച്ച് ആ സമുദായത്തെ നാറ്റി പാർട്ടി നാറി. ഉമ്മൻചാണ്ടി മരിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി കുഞ്ഞാക്കായി വിചാരിച്ചതെങ്കിൽ അത് ഇത്രയും വഷളാവില്ല. എന്താണ് വഷളാകത്തത്? ഉമ്മൻചാണ്ടി അങ്ങനെ 5ാമത് മന്ത്രിസ്ഥാനം പറഞ്ഞപ്പോഴേ ആരും അറിയിക്കാതെ, ഇവിടെ മുഖ്യമന്ത്രിക്ക് വിവേചനാധികാരമുണ്ട്. മുഖ്യമന്ത്രിക്ക് ആര് മന്ത്രിയാക്കാൻ അവകാശമുണ്ട്. അതിൽ ഒരു പാർട്ടിക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിക്ക് ഇടപെടാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം എന്ന് പറയും. അത് മുഖ്യമന്ത്രി ആരാകും തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ് അല്ലെങ്കിൽ AICC ആണ്. അങ്ങനെ വരുമ്പോൾ 5ാമത്തെ മന്ത്രി ചോദിച്ചാൽ പോട്ടെ കൊടുത്തു. ഇനി 5ാമത്തെ മന്ത്രി ചോദിച്ചു എന്താ കൊടുത്തത്? ഒരു പുതിയ വകുപ്പ് കൊടുത്തില്ല, ഉള്ള വകുപ്പ് ഇത് കൊടുത്തുള്ളൂ. ഒരു 20 പേഴ്സണൽ സ്റ്റാഫ് PS കൊടുത്തു. അല്ല വേറെ ഒരു നേട്ടം ഉണ്ടായില്ല. അതിനു വേണ്ടി ഇവിടെ BJPയുടെ നായരായ പിന്നീട് രാധാകൃഷ്ണനും ഈഴവനായ മുരളിയും കൂടിയൊക്കെ വെള്ളാപ്പള്ളിയും NSനെ കണ്ട് നാറ്റി മുസ്ലിങ്ങൾ കൊച്ചു പാകിസ്ഥാൻ വരുന്നു. അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ആകെ നാറ്റിച്ച് സമുദായത്തെ നാറ്റിച്ച്, മുസ്ലിം ലീഗിനെ നാറ്റിച്ച്, കോൺഗ്രസ് നാറ്റിച്ച്, സർവ്വ നാറ്റമുണ്ടാക്കി. നാറ്റം എത്ര മന്ത്രിസ്ഥാനം? 5 മന്ത്രി. 1 കോൺഗ്രസിന് 6 മന്ത്രി. 40% വരുന്ന ഒരു സമുദായത്തിന് 6 മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ എന്തൊരു പുകയിലായിരുന്നു. വിഡ്ഢികളെ, ഇത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്ന മണ്ടന്മാർ ചോദിച്ചല്ല. ഞങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണല്ലോ, സങ്കീർണമാക്കണല്ലോ വെച്ച് ക്ഷമിച്ചു പോണ്. ക്ഷമ ധീരൻ്റെ ക്ഷമയാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത്, അല്ല ഭീരുവിൻ്റെ ക്ഷമയല്ല. പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ. അതേസമയത്ത് കഴിഞ്ഞ മന്ത്രി ഈ പിണറായിയുടെ മന്ത്രിസഭയിൽ കേവലം 9% മാത്രമുള്ള നായർ സമുദായത്തിൽ 11 മന്ത്രി, 10 മന്ത്രി, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മന്ത്രി റാങ്കാണല്ലോ കൊടുത്തുകൂടെ. ഒരു ആരും വെള്ളാപ്പള്ളിയും വേണ്ടിയില്ല, കുഞ്ഞാക്കായും വേണ്ടിയില്ല, ഒരു കാക്കായും വേണ്ടിയില്ല, ഒരു തെണ്ടിയും വേണ്ടിയില്ല. പക്ഷെ 5 കഴിഞ്ഞ് അത് മുമ്പുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. മുസ്ലിം സമുദായത്തിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, ഒരു 6 മന്ത്രി ചോദിക്കുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ തെണ്ടി പരീക്ഷകളുണ്ടല്ലോ, വാസ്തവത്തിൽ കായികമായിട്ടാണ് ആക്രമിക്കേണ്ടത്. വെറും വാക്കുകളൊക്കെ വെച്ചാൽ പോരാ, വൃത്തിയുടെ കാണിക്കുന്നുണ്ട്. കേവലം 9% വിഭാഗത്തിൽ 11 മന്ത്രിസ്ഥാനം കൊടുത്തപ്പോഴേ ഒരു പിണറായിക്ക് ഏർപ്പെട്ടായില്ല, ദാമോദരം ഉണ്ടായില്ല, കോമോദരം ഒന്നും ഉണ്ടായില്ല. പക്ഷെ മുസ്ലിം ലീഗ് 4 സ്ഥലത്ത് 5 ചോദിച്ചു, എന്ത് പ്രശ്നമായി? അത് കുഞ്ഞാക്കയുടെ കുറ്റാണ്. ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്തൊക്കെ ആയിരുന്നല്ലോ, കുഞ്ഞാക്കക്ക് 21 MLA ഉണ്ടെങ്കിൽ 7 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാം കണക്കനുസരിച്ച്. അപ്പോൾ 7 മന്ത്രിസ്ഥാനം ചോദിക്കലും 4 കഴിഞ്ഞ് 5 ചോദിച്ചു അന്ന് ഉമ്മൻചാണ്ടി കൊടുക്കും. അത് കുഞ്ഞാക്ക് ആവശ്യപ്പെട്ടില്ല. കാരണം അറിയോ, ദുഷ്ടലാക്കാണ്. കാരണം അദ്ദേഹം ചിലപ്പോൾ മുഖ്യമന്ത്രി ആയാലും എനിക്ക് ചൊക്കില്ല. കാരണം മുനീറിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പരിപാടിയില്ല. മഞ്ചലാംകുടി അലി അവിടെ വിളിച്ചു കൊണ്ടാണ്, കമ്മൂണിസ്റ്റ് പാർട്ടി വിളിച്ചു കൊണ്ടാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മുനീർ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയാണെങ്കിലും കോഴിക്കോടാണ് പേരും കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രി ഉണ്ടാവില്ല. അപ്പോൾ അവർ പ്രശ്നമാക്കി. അപ്പോൾ കുഞ്ഞാക്ക ചൂടായി. അപ്പോൾ തങ്ങൾ വിളിച്ച്, പാവം കുഞ്ഞാക്ക, നിങ്ങളൊക്കെ ഈ ലോകത്ത് മരിച്ചു പോവുമല്ലോ, ഇവിടെ സ്ഥിരം നിൽക്കുന്നില്ലല്ലോ, ഞാനും നിങ്ങളൊക്കെ മരിക്കും. മനസ്സാക്ഷി എന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ, മനസ്സിൻ്റെ സത്യാവസ്ഥ. നിങ്ങൾ ആ ക്യാൻസർ രോഗിയെ, സുഖമില്ലാത്ത തങ്ങളെ, പടച്ചോനെ അൽഹംദുലില്ലാ അള്ളാഹു പുറത്തു, ആ തങ്ങളെ നിങ്ങൾ തങ്ങളുടെ വീട്ടിലേക്ക് കരുണാകരൻ വരെ അങ്ങോട്ട് വന്നല്ലാതെ കരുണാകരൻ്റെ വീട്ടിലോ മുഖ്യമന്ത്രി വീട്ടിലോ ഒരു തങ്ങളും പോയിട്ടില്ല. അതിൽ അവസാനം കുഞ്ഞാക്കയുടെ കാലത്താണ് മരിച്ച തങ്ങളെ കൊണ്ടുവന്ന് ട്രിവാൻഡ്രത്ത് കിടത്തി.
നിങ്ങൾ ആലോചിച്ചോളൂ, മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രത്തെ ചുരുങ്ങിയത് 8 മണിക്കൂർ പിടിക്കും. അവിടെ ചെന്നിട്ട് ഉമ്മൻചാണ്ടി 10% ചാണ്ടിയുടെ കാൽക്കൽ വീട ഈ 40% കള്ളന്മാർ. അവർക്കത് കഴിവറിയില്ല. ഉമ്മൻചാണ്ടി തന്നെ കോട്ടയത്ത് പോയി. അപ്പോൾ ആ വണ്ടി ഇട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് ഓടിച്ച് കോട്ടയത്ത് പോയി നാട്ടിയ ഗസ്റ്റ് ഹൗസിൽ വെച്ചാൽ പറയും. നാട്ടിൽ പോയി വീട് 10-12 കിലോമീറ്റർ പോകണം. പോയി സംസാരിച്ച് പോന്ന് അത് ഡൽഹിക്ക് ചർച്ച കൊടുത്ത് പല ചർച്ചയും നാറ്റിച്ചത്. കുഞ്ഞാക്കൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആ 5 മന്ത്രിസഭ അപ്പം ചോദിച്ചാൽ കുഞ്ഞുഞ്ഞു തരൂലായിരുന്നോ? അക്കാണ് ഹൃദയശുദ്ധി ഇല്ലാന്ന് പറഞ്ഞ് എന്തു ആകട്ടെ. അങ്ങനെ 4ാമത്തെ 5ാമത്തെ മന്ത്രി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ എന്തെല്ലാം പുലിവാലുണ്ടാക്കിയോ കള്ളന്മാരെ നിങ്ങൾ കേരളത്തിൽ. നിങ്ങൾ മാത്രം ബുദ്ധിജീവികളുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 10% ദളിതുകൾ കേരളത്തിലുള്ളത്. 8.5 + 1.5 10%. അവർക്ക് 2 മന്ത്രിസ്ഥാനം കൊടുത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് 10% ഈ 2 വിഭാഗങ്ങൾക്ക് കൊടുത്ത് 2 മന്ത്രിസ്ഥാനം. അപ്പോൾ 10%, 20 10%. പക്ഷേ 10% ക്രിസ്ത്യൻസ് ഉള്ളത് കേരളത്തിൽ. ഇതൊന്നും ഇത്രയും കാലം ആരും പറഞ്ഞില്ല. ഇനി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടനാകും, നമ്മൾ വഞ്ചകനാകും. പാവം സമൂഹത്തെ വഞ്ചിക്കും. അത് വഞ്ചിക്കപ്പെടാൻ പറ്റില്ല. മനസ്സാക്ഷി സംഭവിക്കില്ല. നീതി വേണം, തുല്യ നീതി, ഈക്വൽ ജഡ്ജ്, അത് വേണം. അങ്ങനെ വരുമ്പോൾ എത്ര കൊടുക്കാം? 2 മന്ത്രിസ്ഥാനത്ത് അർഹതയുള്ളൂ. ഇത് സതീശനും രമേശും എല്ലാ കാൽക്കുലാത്തവരും മനസ്സിലാക്കിയില്ല. അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. വേർപെടുമല്ല 38-40% വരുന്ന വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റ് പറയണം. ഞാൻ മൊത്തം കേരളം മുഴുവൻ ജനങ്ങളും റെപ്രസെൻ്റ് ചെയ്യാണ്. എങ്കിൽ പ്രത്യേകിച്ച് ഇത്രയും കാലമായിട്ട് ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ഈ സമുദായത്തിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അറിയില്ല. അവൻ്റെ ലക്ഷ്യം ഇതാണ്. ഇപ്പോൾ ആലുവയിൽ അൻവർ സാദത്ത് ശ്രദ്ധിക്കുമോ? അവരുടെ ലക്ഷ്യം എങ്ങനെ MLA ആകുക, കഴിയുമെങ്കിൽ മന്ത്രിയാകും. പക്ഷേ തീർന്നു, അവരുടെ ലക്ഷ്യം തീർന്നു. എയിം ആൻഡ് എയ്ഡ്. ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് തുല്യ നീതി വേണം. എല്ലാ സമുദായങ്ങൾക്കും തുല്യ നീതി വേണം. ആർക്കും ഉപേക്ഷിക്കാൻ പാടില്ല, പ്രാദേശികം ഒന്നും പാടില്ല. അങ്ങനെ വരുമ്പോൾ 10% ഇനി 15 കുട്ടിക്കോ 15 3 മന്ത്രി ആകെ വരാവുള്ളൂ. ഒരു പ്രിവിലേജ് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രിവിലേജ് എടുത്ത് വച്ചോ, ഒരു ഇതും കൂടി. അപ്പം 4 മന്ത്രിയിൽ ആക്ഷൻ നിൽക്കണം. 4 മന്ത്രി നിൽക്കുമ്പോൾ ഈ 5 മുന്നണിയിൽപ്പെട്ട 5 ചെറു കക്ഷികൾക്ക് 5 മന്ത്രിസ്ഥാനം പോകും. അപ്പോൾ പിന്നെ ഇവിടെ കൊടുക്കണത് ബാക്കിയുള്ളവർക്ക്. സണ്ണി ജോസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെ പങ്കെടുത്ത്? അങ്ങനെ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞ് മുസ്ലിം സമുദായം 4 ലീഗിന് 1 മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യമായി, മുസ്ലിം പ്രാതിനിധ്യമായി, ന്യൂനപക്ഷ പ്രാതിനിധ്യമായി. അപ്പോൾ ഒരു വെടിക്ക് 10 കക്ഷി. അങ്ങനെയൊക്കെ പക്ഷി ഒപ്പിച്ചാൽ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞയുടെ സാധ്യത ഉണ്ടെങ്കിൽ, ദൈവം അനുഗ്രഹിക്കുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയുടെ കാണിക്കുന്നതിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങൾ ഇതൊരു മൊയ്തീൻ ഷാ ഇല്ല, ഞങ്ങൾ ജനതാദൾ ആശ്വാസം കൊച്ചു പാർട്ടിയല്ല. ഈ കേരളത്തിലെ സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ സാഹചര്യത്തിൽ ശക്തമായി പ്രതികരിക്കും. അവിടെ പിന്നെ പ്രശ്നം ഉണ്ടാക്കും, പ്രതിഷേധം ഉണ്ടാക്കും. മാന്യമായിട്ട് ഒരു കുഴപ്പമില്ല. ഇതെന്താണ് 10% കാലാകാലങ്ങളിൽ എല്ലാവരും സ്വാധീനിച്ച് തട്ടിപ്പ് നടത്തി പണം ഉണ്ടാക്കി വിദേശ പണം കൊണ്ടുപോയിട്ട് അവർ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. അവകാശം നേടിയെടുത്താൽ കുഴപ്പമില്ല. ഇത് അന്യായമായ അവകാശങ്ങളാണ്, അർഹതപ്പെടാത്തതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ക്രിസ്ത്യൻ സമുദായത്തിന് മാക്സിമം എന്നാൽ 4 മന്ത്രിസ്ഥാനം, 4 പേര് മൊത്തത്തിലേ. ഇപ്പോൾ അതല്ല കോൺഗ്രസ് മന്ത്രിയല്ല, മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നൊരു ചിത്രം കണ്ട്, എന്നറിയോ, ഇത്രയും സങ്കീർണമായ 56 നെഞ്ചളിവുള്ള പക്ക ജിമ്മിൽ നിൽക്കുന്ന മോഡിയുടെ മുമ്പിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഖാർഗെ എന്നിട്ട് സുഖമില്ലാത്ത അപ്പനെ കയ്യെ പിടിച്ച് വീട്ടിലേക്ക് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ രാഹുൽ ഗാന്ധി കയ്യെ പിടിച്ച് തള്ളി പാർലമെന്റിലേക്ക് കയറ്റാണ്. ഇത് ഞാൻ പറയുമ്പോഴല്ല, പെണിങ്ങാലും കൊള്ളു എണീക്കാലും കൊള്ളു, ഇനി നിങ്ങൾ കൊന്നാലും കൊള്ളാം, ഞാൻ സത്യം പറഞ്ഞ് മരിക്കുള്ളൂ. അതായത് ഈ രാഹുൽ പ്രധാനമന്ത്രി ആകുകയില്ല, വേറൊരാളുടെ പ്രതിപക്ഷത്തെ പ്രധാനസ്ഥാനം ആകുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, രാഹുൽ കേൾക്കണം, നിതീഷ് ഇത് കേൾക്കണം. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുകയില്ല, അതിനുള്ള യോഗ്യത കഴിയില്ല, വേറൊരാളാക്കിയില്ല. അതിനുവേണ്ടിയാണ് ആ ഖാർഗെ കൊണ്ട് വെച്ചത്. പാടോ പുറത്ത് ചിലപ്പോൾ പാർലമെന്റിൽ ഇരുന്ന് തന്നെ ജീവൻ പോകാം. അല്ലാതെ മാന്യന്മാരാ ചെറുപ്പക്കാരെ ബുദ്ധിയുള്ളത് വഹിക്കില്ല.
അപ്പോൾ ഈ ദളിത് പട്ടം ഉണ്ടല്ലോ. എടോ അങ്ങനെ ദളിത് പട്ടം ഉണ്ടെങ്കിൽ അതുപോലത്തെ വേറൊരു പട്ടലോട് മുസ്ലിം പട്ടം. ആ മുസ്ലിങ്ങൾക്ക് എന്ത് സ്ഥാനം കൊടുക്കട്ടെ നിങ്ങൾ? ഞാൻ കുഞ്ഞാക്കാട് പറഞ്ഞു തരും, തങ്ങളൊക്കെ ശാപം കിട്ടിയാലും വേണ്ടില്ല. കുഞ്ഞാക്കാട് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗുള്ള കാലം കേരളത്തില്ല കിട്ടിയില്ല. നമ്മൾ ഞെക്കിയിട്ടല്ലോ അല്ലേ? അതുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആവുകയുമില്ല, മറ്റൊരാൾ പ്രതിപക്ഷത്ത് മറ്റൊരാളാക്കുകയില്ല. പോയിന്റ് മനസ്സിലാക്കണം. അതുപോലെ ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് അവർ മുഖ്യമന്ത്രി ആകുകയില്ല, വേറെ മുസ്ലിം മുഖ്യമന്ത്രി ആക്കുകയില്ല. ഇത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരണവുമായ പ്രവൃത്തിയാണ് ഇന്ത്യയിലെ സാധാരണക്കാരോട് ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് ചെയ്യുന്നത്. അതിന് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം ബീഹാർ കളഞ്ഞില്ലേ? എന്താ കാരണം ബീഹാർ കളയാൻ കാരണം എന്താ? ആസാം കളഞ്ഞില്ലേ? ഇപ്പോൾ ത്രിപുര, അങ്ങനെ ഓരോന്നും, പഞ്ചാബ്, ആകെ തുരുത്തുണ്ടായത് ഈ കൊച്ചു കേരളത്തിലാണ്. അപ്പോൾ അതുപോലെ ഞാൻ അത് വേണം കേരളത്തിൽ വരാണ്. അതുപോലെ വരും 4 മന്ത്രിമാരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുക്കാവുള്ളൂ. അത് ഏത് പാർട്ടി കൊടുക്കും, എങ്ങനെ കൊടുക്കും നിങ്ങൾ തീരുമാനിച്ചോ. പിന്നെ ദളിത് 2 വന്ന്, നായർ വിഭാഗത്തിൽ 3 മന്ത്രിസ്ഥാനം മാക്സിമം കൊടുക്കാവുള്ളൂ. 3 മന്ത്രിസ്ഥാനം. ഇതിപ്പോൾ എങ്ങനെയാണ്? മുരളിക്ക് വേണം, സതീഷ് വേണം, പിന്നെ രമേശ് വേണം, തിരുവഞ്ചൂരിന് വേണം, ശശി തരൂരിനെ മാറ്റി നിർത്താം. അപ്പം തന്നെ 4 ആയി. എവിടെ കിട്ടുന്നത്? 3 മന്ത്രിസ്ഥാനം കൊടുക്കാവുള്ളൂ. ആകെ കൊടുത്താൽ നായർ വിഭാഗത്തിൽ ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം കിട്ടുള്ളൂ. 2 കിട്ടില്ല, പക്ഷേ 3 ആക്ക്. അപ്പോൾ 4 3 7, 7 2 9. പിന്നെ കോൺഗ്രസ് വരുമല്ലോ അവരൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഈഴ് വിഭാഗത്തിൽ 1 മന്ത്രിസ്ഥാനം, MLA എടുത്താണെങ്കിൽ MLA ഒന്നും കിട്ടാൻ സാധ്യമല്ല. ഈഴ് വിഭാഗത്തിൽ നിന്ന് 1-2 പേര് ജയിക്കായിരിക്കും. 1 മന്ത്രിസ്ഥാനം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 30% കൂട്ടി വോട്ട് കിട്ടിയത് ഈ മുസ്ലിം സമുദായത്തിന് നിന്നാണ്. ആകെ വോട്ടിൽ 30%. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 7 മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കണം. ആർക്ക് എവിടെ എങ്ങനെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്ക്. ഇന്ന ആൾക്ക് കൊടുക്കും, ഇന്നൊന്നും അത് ഞങ്ങൾ പറയുമ്പോൾ സ്വാർത്ഥതയാണ്. അതൊന്നും ഞങ്ങൾ പറയില്ല. അതൊക്കെ SNDP-യിലെ മഠത്തിൽ സന്യാസിമാർക്ക് പറയാം, ഇത്ര പേർക്ക് കൊടുക്കും, ലിസ്റ്റ് കൊടുക്കുക. ഞങ്ങൾ ലിസ്റ്റ് തരില്ല. നിങ്ങൾ ആർക്കും ഇഷ്ടമുള്ളവർക്ക് പ്രശ്നമല്ല. അങ്ങനെ വരുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാതെ പഴയതുപോലെ ഒരു 4 ലീഗിന് കൊടുത്ത്, ഒരു കോമൺസ് ലീഗ് അതിൽ ഷാനിമോൾ ജയിക്കുക, ഷാനിമോൾ കൊടുത്ത് നിങ്ങളെല്ലാം സുഭിക്ഷമായിട്ട് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യമില്ല. ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും, സമരം ചെയ്യും. തല്ലിക്കൊന്നാലും വെള്ള, കൊന്നാലും വെള്ള. ഐ എം നോട്ട് വറിയഡ്, വി നോട്ട് വറിയഡ്. അത് നീതി ലഭിക്കണം. നീതി ലഭിക്കാൻ വേണ്ടി ജീവൻ കളയാൻ പോലും നിങ്ങൾ തയ്യാറാണ്. ഒരു സംശയക്കാത്തില്ല. വളരെ ആധികാരികമായിട്ട് പറയാണ്, നീതി ലഭിക്കാൻ വേണ്ടി, നീതിക്ക് വേണ്ടി ഞാനോ എൻ്റെ ഗ്രൂപ്പിൻ്റെ ജീവൻ വരെയും കളയാൻ തയ്യാറാണ്. ആത്മഹത്യയല്ല, പ്രശ്നത്തിൽ പോലീസ് ചോദിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അത് കളയാൻ തയ്യാറാണ്. ഇതുകൊണ്ടാണ് നീതി ലഭിക്കണം. ഈ സമുദായത്തിന് കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിൽ നീതി ലഭിച്ചിട്ടില്ല. എല്ലാം പറഞ്ഞ് RSS എന്ന് പറഞ്ഞാൽ RSSനെ കാണിച്ച് ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൽ വരേണ്യ വർഗം പേടിപ്പിച്ച് നിർത്തുകയാണ്. ഇനി അത് വേണ്ട. ഞങ്ങൾ RSS കാണിച്ച് പേടിപ്പിക്കേണ്ട. RSS അത് തന്നെ അവരുടെ വഴിക്ക് പോകും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്ന കാര്യത്തിൽ ഒരു RSS ഒരു ഇതുമില്ല. മുസ്ലിം സമുദായം 20% ഉണ്ട്. ആ 20%ത്തിന് ആനുവാദ്യം കിട്ടിക്കോട്ടെ. RSS ഒരു വിഷയമില്ല, ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങൾ RSS എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരും ലീഗുകാരും പീഡിപ്പിക്കുന്നു വേണ്ട. 20% വരുന്ന മുസ്ലിം സമുദായത്തിന് ദേശീയ ലെവലിലും 3-1 വരുന്ന സമുദായത്തിൽ സ്റ്റേറ്റ് ലെവലിലും ആനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു RSSകാരനും എതിർപ്പുമില്ല, അതുമില്ല. അവർക്കത് നല്ലത്, മനസ്സിലായി? അവർക്കത് നല്ലതാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സോട് പറയാണ്, നിങ്ങൾ ആ വളച്ചിട്ട് ഇത് കളഞ്ഞിട്ട്, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അതിന് ചോദിക്കട്ടെ, 20% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നിങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 99.9% വോട്ടും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടിയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ആനുകൂല്യമാണ് കൊടുത്തിരിക്കുന്നത്? ദേശീയ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ. ഇനി അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഈ നിശബ്ദരായിരിക്കുന്ന, അല്ലെങ്കിൽ വോയിസ് ഫോർ വോയിസ്ലെസ്, ശബ്ദമില്ലാതെ മാറി പാർശ്വവൽക്കരിച്ച് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ശക്തമായ ഗ്രൂപ്പാണ് ഞങ്ങളുടേത്.
പക്ഷെ ആ വാദം എന്ന് പറഞ്ഞാൽ അത് ജനസംഖ്യക്ക് ആനുപാതികമായിരിക്കണം, അത് നീതിയായിരിക്കണം, തുല്യ നീതിയായിരിക്കണം. അല്ല അവർക്ക് പ്രത്യേകം കാണുമെന്നും പറഞ്ഞില്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 1/3. അതല്ല പറഞ്ഞത്. 5 മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോഴേക്കും ഇവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കി. അത് അങ്ങനെയല്ല. ഈ CP ജോൺ ഉൾപ്പെടെ അത്രയും കോലാഹലം ഉണ്ടാക്കി. ഇപ്പോൾ RSകാരും രാധാകൃഷ്ണനൊക്കെ പ്രശ്നമാക്കിയപ്പോൾ അങ്ങനെയില്ല, അവർക്ക് അർഹതയുണ്ട്. പറഞ്ഞോടോ CP ജോണെ, നിങ്ങൾ മന്ത്രിയാൻ നടക്കുന്നല്ലോ, ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ മന്ത്രിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ആളല്ലേ? ആ മുരളീധരൻ വന്ന് തിരുവനന്തപുരത്ത് BJPക്ക് അധികാരം ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു CP ജോണെ. നിങ്ങൾ MLA ആകാനും മന്ത്രിയാകാനും ആഗ്രഹിക്കുന്നില്ലല്ലോ, അത് നല്ല കാര്യം, തെറ്റൂല, നിങ്ങൾ അർഹനുമാണ്, അതൊന്നും സംശയമില്ല. പക്ഷെ നിങ്ങൾ പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഇരുന്ന ആളാണ് കേരളത്തിൽ. ഇപ്പോൾ ഒരു പക്ഷേ ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ പ്രധാന വകുപ്പ് കിട്ടി, അതിലൊന്നും നമുക്ക് വരാതില്ല. പക്ഷെ നിങ്ങൾ ബുദ്ധി ഉണ്ടായി. പ്ലാനിങ് വാട്ട് ഇസ് പ്ലാൻ, അത് ബുദ്ധിയാണല്ലോ, ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമല്ലേ? കാരണം EMS മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കയ്യിൽ വാച്ചില്ല, വായ്പ വെച്ച് ഷർട്ട് ബട്ടിട്ടില്ല, പെണ്ണുമ്പോൾ നിന്ന് തന്നെ കൊടുത്ത്, അതുകൊണ്ട് കഴിവായിട്ട് കാണാണ്. അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി സ്ഥാനം മന്ത്രിസ്ഥാനം രാജിവെച്ചിറങ്ങിയപ്പോൾ വീട്ടിലത്തെ കാശില്ലാതെ കൈ നീട്ടി മണിക്കൂറുകളോട് നിന്ന്, അതൊരു കഴിവായിട്ട് കാണുന്നത്. അതൊന്നും യോഗ്യതയല്ലോടോ CP ജോണ്. നിങ്ങൾ എന്ത് പ്ലാനിംഗ് ബോർഡിൽ പോയി ചെയർമാനായത്? നിങ്ങൾ പറയട്ടെ, മുരളി വിളിച്ചിട്ട് 10 സീറ്റ് മാത്രമാണ് UDF ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഉണ്ടായത്. ആ 10 സീറ്റ് ഉള്ളപ്പോൾ ഒരിക്കലും ബാക്കി 42 സീറ്റിലും വേണം. അപ്പോൾ 42 സീറ്റിൽ ഒരു കാരണവശം UDF കിട്ടൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾ മണ്ടനാണ്. നിങ്ങളെങ്ങനെ പ്ലാനിംഗ് ബോർഡ് ചെയർമാനാക്കും? ഇത് വളരെ വിഷമമുണ്ട്. ഞാൻ പിണങ്ങ് കൊണ്ട് പോകുന്നല്ല, സ്നേഹം കൊണ്ട് പറയാണ്. വളരെ വിഷമമുണ്ട്. പ്ലാനിംഗ് ബോർഡ് എപ്പോഴും ചെയർമാൻ പോലെയാണ്, CP ജോൺ പേരെടുത്തവരാണ്. 10 സീറ്റല്ലോടോ ട്രിവാൻഡ്രത്ത് UDF ഉണ്ടായത് കോർപ്പറേഷനിൽ. ഭരിക്കണിക്ക് 51 സീറ്റ് വേണോ? 51 52 വെച്ചോ. ബാക്കി 10 സീറ്റ് നിലനിർത്തണം. പിന്നീട് 42 സീറ്റ് അഡീഷണൽ വാങ്ങുകയും ചെയ്യണം. ഇതൊരിക്കലും നടക്കില്ല. കാരണം BJP ഒരു സീറ്റ് പോലും കിട്ടില്ല മാത്രമല്ല 10 സീറ്റ് അവർക്ക് കൊണ്ടുപോകും. അതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂടി ഇത് അവർ മത്സരിക്കുന്ന വാർഡിൽ 800 വോട്ടിട്ടുള്ളൂ, മറ്റേ അപ്പുറത്ത് 7000 9,000 വോട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പോ അപ്പോൾ പിന്നെ കിട്ടും LDF കയ്യിൽ നിന്ന് 42 സീറ്റ് കിട്ടുമോ? അപ്പോൾ ഒരു കാരണവശാലും ട്രിവാൻഡ്രത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ UDF കൊണ്ട് സാധിക്കില്ല എന്നുള്ള സത്യം 101% ശക്തമായി നിൽക്കുമ്പോൾ CP ജോണെ പ്ലാനിംഗ് ബോർഡ് ചെപ്പിടിച്ചാലും ആൾ നിങ്ങളിപ്പോൾ അവരെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, നിങ്ങൾ ആ മുരളി വിളിച്ച് പറയണ്ടേ? മുരളി നടക്കൂലത്. ആ മുരളി അത്ര പാങ്ഷൻ പിടിച്ചതിൻ്റെ പേരിലല്ലേ 10 സീറ്റ് 20 ആക്കിയതിൻ്റെ പേരിലല്ലേ അവിടെ BJP അരതിയാത്തി കയറിയത്? ആ മുരളീധരനാണോ നമ്മളിനി മാതൃകയാക്കി കാണേണ്ടത്? സതീശൻ വേണ്ടിയതിനെ കുറിച്ച് സതീശൻ വലിയ ബുദ്ധിജീവികളാണ്, വലിയ തത്വചിന്തകനും രാഷ്ട്രീയ പ്രവർത്തകമാണ്. ഒന്നുമില്ലാതെ നിന്ന് ഇത്ര സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് എന്ത് കിട്ടി? 40% മുസ്ലിങ്ങൾ N ബ്ലോക്ക് വോട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അല്ലെ, സതീശന്റെ കഴിവൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ രക്തം തിളക്കാണ്, അത്രയും മണ്ടത്തിൽ കാണിക്കാണ് ഈ സതീശനും. പിന്നീട് രമേശ് മണ്ടൻ ഞാൻ സംഭവിച്ചു. സതീശൻ ബുദ്ധിജീവല്ലേ? സതീശൻ CP ജോൺ ബുദ്ധിജീവിയാണല്ലോ, അതുപോലെ പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാൻ. നിങ്ങൾ പറയേണ്ട മണ്ടനായ മുരളി വിളിച്ചിട്ട് ഒരു കാരണവശാലും UDFന് ട്രിവാൻഡ്രം കോർപ്പറേഷൻ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ദയവീത് അങ്ങനെ പരമാവധി ശ്രമിച്ച് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തിരിച്ചെടുക്കേണ്ട എന്ന് ഒരടവ് നയം പറഞ്ഞുവിടോ. ഇത് സതീശൻ പറഞ്ഞുവിടോ മുരളി, പിന്നെ CP ജോണെ. ഇതൊക്കെ വളരെ വികാരമുണ്ട്, വളരെ വിഷമുണ്ട്. എൻ്റെ നേതാക്കൾ ഉൾപ്പെടുന്ന ആൾക്കാർ ഈ മണ്ടത്തെ കാണിക്കുമ്പോഴേ അവർക്കത് മനസ്സിലാകാതെ പോകുമ്പോൾ നമ്മൾ ദുഃഖിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടനാവില്ലേ? ഐ എം നോട്ട് ബാഡ്, വി ആർ ആൾസോ നോട്ട് ബാഡ്. അതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഓരോന്നും ചെയ്യുന്നതും മണ്ടത്തിലാണ്. 90 വയസ്സുള്ള ഗാർഗി കൊണ്ട് പക്ഷേ ചുറുചുറുക്കോടിൽ ഓടി നടക്കേണ്ട മോഡിക്കെതിരെ നിൽക്കുന്ന ആൾക്ക് തന്നെ നടക്കാൻ പോലെ കല്യാണ വീട്ടിലെ എന്താണ് ആശുപത്രിയിലേക്ക് മോൻ കയ്യെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ പടുവൃദ്ധരെ താങ്ങി തള്ളി കപ്പിൽ വരുമ്പോൾ പിന്നെ മറ്റേ ചെറിയ കപ്പലുണ്ടല്ലോ അത് കൊണ്ടത് ഇങ്ങനെ ഉന്തി പ്ലാറ്റ്ഫോമിൽ എത്തിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പിടിച്ച് തള്ളി പാർലമെന്റിൽ കൊണ്ടുപോകണം. ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താ, വേറെ ആരും വരില്ല, അയാൾ വന്നാലും പേടിക്കാനില്ല. എൻ്റെ പൊന്ന് രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന സിൽബന്തികൾ, നിങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരെ ഇതുപോലെ ചൂഷണം പറ്റിക്കുകയും ചെയ്യില്ലേ? ദൈവം നിങ്ങളോട് ചോദിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരിക്കലും
രാഹുൽ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയില്ല ഈ നിലക്ക് പോയാൽ. മറ്റാൾ ആക്കിയില്ല. ഒരിക്കൽ കൂടി പറയാണ് മുസ്ലിം ലീഗ് പഠിക്കാമല്ലോ. മുസ്ലിം ലീഗ് ചിന്തിക്കുന്നതിൻ്റെ ഞങ്ങളൊട്ട് മുഖ്യമന്ത്രി ആകുകയില്ല, മുസ്ലിം ആകുകയും ചെയ്യരുത്. ആ ഒരു തട്ടിപ്പൊന്നും വേണ്ട. അതൊക്കെ തട്ടിപ്പ് ഇനി ശാരീരികമായിട്ട് പോലും അടി കൊള്ളുമ്പോൾ ഇതുപോലെ വൃത്തികൾ നടത്തും. അതുകൊണ്ട് മന്ത്രിസഭ നിശ്ചയിക്കുമ്പോൾ ഉരുണ്ട് കളിക്കാതെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുന്ന രീതിയിൽ കൊടുക്കാതെ ഇപ്പോഴത്തെ രീതിയിൽ 10 മന്ത്രിക്ക് ക്രിസ്ത്യാനികൾ കൊടുത്തിട്ട് പിന്നെ LDF മന്ത്രി നായർക്കുറിച്ച് ഞങ്ങൾ പിന്നത്തറിയോ LDF ഞങ്ങൾ മുസ്ലിങ്ങളൊന്നും ഇല്ലടോ, ആകെ 101 സാരമൊന്നുള്ളൂ. അതുകൊണ്ട് അവർ പറയാൻ പറ്റില്ല. അതൊക്കെ ജാതി മതമൊന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. കോൺഗ്രസ് നമ്മൾ 90%, 97% മുസ്ലിം വോട്ട് ചെയ്തിട്ടേ പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കല്പം കടന്നു പോയിട്ടുണ്ട്. ഇതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. അത് ആത്മാർത്ഥം കൊണ്ടുകൊണ്ടും പിന്നെ വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മണ്ടത്തരം കാണിക്കുമ്പോഴേ പഠിക്കുന്ന കുട്ടി അധ്യാപനം തല്ലും. അതിന് സ്നേഹമില്ലെന്നല്ല, കുട്ടി നന്നാകാൻ വേണ്ടിയാണ്. അതുപോലെ ഈ സതീശൊക്കെ ഒന്നും നന്നാകാൻ വേണ്ടിയാണ്, രാഹുൽ ഗാന്ധിക്ക് ഒന്നും നന്നാകാൻ വേണ്ടി പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.